ഹലോ ഗൈസ്, കുറെ നാളായിട്ട് കരുതുന്ന ഒരു കാര്യമാണ് ഒരു വ്ളോഗ് ചെയ്യണമെന്ന്. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഞങ്ങളുടെ പറമ്പിൽ നട്ടിരിക്കുന്ന കുറച്ച് ചെടികളൊക്കെ കാണിച്ചു തരാനാണ്. ചെടികളല്ല, പച്ചക്കറികളാണ്. അപ്പൊ നമുക്ക് അതൊന്നൊക്കെ കാണാം. അപ്പൊ കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് വഴുതനങ്ങ, പയറ്, പിന്നെ കുറച്ച് തക്കാളി, വെണ്ടയ്ക്ക, പച്ചമുളക്, പിന്നെ കുറച്ച് ഏത്തവാഴ. അപ്പൊ ഇത്രയൊക്കെയുള്ള. അപ്പൊ ഞാൻ വൈകുന്നേരം ആയപ്പോ തന്നെ പറമ്പൊക്കെ ഒന്ന് നനയ്ക്കാൻ ഇറങ്ങിയതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാം. ഇപ്പൊ നല്ല ചൂടുള്ള സമയമാണല്ലോ. അപ്പൊ ഞങ്ങളിവിടെ കുറച്ച് പയറ് നട്ടിട്ടുണ്ട്. ഒരു 10-12 തടം പയറുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് അതിന് ഞങ്ങൾ വളമൊക്കെ ഇട്ടു കൊടുത്തത്. അപ്പൊ അതൊക്കെ വെട്ടി മൂടിയിട്ട് അതൊന്ന് നനച്ചു കൊടുക്കാണ്. ഇപ്പൊ എല്ലാ ദിവസവും നനയ്ക്കണം, നല്ല ചൂടുള്ള സമയമല്ലേ, അതുകൊണ്ട് എല്ലാ ദിവസവും നനയ്ക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ അത് ശക്തിയായിട്ട് ഒഴിച്ച് ആ പയറൊക്കെ ആണെങ്കിൽ മറയാനും തുടങ്ങി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, അമ്മ അഴുക്കറിയായിരിക്കാൻ വേണ്ടി ഞാൻ ആ പയറിന്റെ ചോട്ടിലിരുന്ന മണ്ണൊക്കെ എടുത്ത് അങ്ങോട്ട് കൂട്ടി കൂട്ടി കൊടുത്തു. അതാകുമ്പോ വളവും നന്നായിട്ട് മിക്സ് ആയി വരും, പയറിട്ടാടി താഴെ വീഴത്തുമില്ല. അപ്പൊ ഞാൻ അതൊക്കെ അങ്ങോട്ടത് ഒട്ടിച്ചു വെച്ചു കൊടുത്തു മണ്ണൊക്കെ. അപ്പൊ പിന്നെ അത് മറിഞ്ഞു പോകത്തില്ലല്ലോ. നോക്കി, പയറിലാണെങ്കിൽ കുറച്ച് പുഴുക്കത്ത് പോലെ കാണുന്നുണ്ട്. ചിലപ്പോ പുഴു ആയിരിക്കത്തില്ല, ഒരു തരം ഉറുമ്പുണ്ട്. അതാണെങ്കിൽ ഇതൊക്കെ പറിച്ചു കടിച്ച് തിന്നുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ശരിയാക്കണം എന്ന് ഓർത്തു. പിന്നെ പച്ചമുളകിന്റെ അടുത്തേക്ക് വന്നു. പച്ചമുളക് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ സ്ക്വയർ ആക്കി തടം എടുത്തിട്ട് അതിലാണ് ഈ പച്ചമുളകൊക്കെ നട്ടേക്കുന്നത്. അപ്പൊ നട്ടിട്ട് ഇത് കുറെ നാളായി, ഇപ്പൊ ഒരു 2 ആഴ്ച അധികമായിട്ടുണ്ട് നട്ടിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഒരുവിധം വലുതായിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ തണ്ടിന് വലിയ ബലമില്ലാത്തതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നറിയോ, അത് ഇപ്പോഴും ഇങ്ങനെ നിലത്തേക്ക് കൂമ്പി കൂമ്പി പോകും. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ കുറച്ച് റബ്ബറിന്റെ കോലെടുത്തോണ്ട് വന്നിട്ട് അത് കുത്തി കൊടുത്തിട്ട് അത് വാഴവള്ളി വെച്ച് കെട്ടി വെച്ചേക്കുന്നതാണേ. അപ്പൊ ഇതെല്ലാം നിവർന്ന് നിൽക്കുന്നുണ്ട്. ചെറുതായിട്ട് വാട്ടമൊക്കെ ഉണ്ട് ഇലയിൽ, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ വെണ്ടയ്ക്കാണ്. വെണ്ടയ്ക്കയിലൊക്കെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വെണ്ടയ്ക്കയൊക്കെ ചെറുതായിട്ടുണ്ടാവുന്നുണ്ട്. അപ്പൊ ഈ വെണ്ടയ്ക്കയുടെ പ്രത്യേകത എന്താണെന്നറിയോ, ഇതിന് വലിയ പൊക്കമില്ല. നിലത്തുനിന്ന് പൊങ്ങുന്നതിന് മുമ്പ് ഇത് നന്നായി കാച്ചിട്ടുണ്ട്. ആദ്യം പയറൊക്കെ നനച്ചു കൊടുക്കാം, അതിനുശേഷം വെണ്ട നനയ്ക്കാന്ന് പറഞ്ഞാൽ വെണ്ടയൊക്കെ നനച്ചത് കണ്ടോ, വെണ്ടയിലൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ടോ. ചില പച്ചമുളക് ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് നട്ടിട്ടുണ്ട്, അതാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാം കൂടി തടത്തിൽ നടാൻ സ്ഥലം കിട്ടാത്തോണ്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നട്ടാണ് കേട്ടോ. അപ്പൊ അത് ഞങ്ങൾ നനച്ചു കൊടുത്ത് ഞാൻ അടുത്ത ചെടിയിലേക്ക് പോണേ. കണ്ടോ, വെണ്ടയ്ക്ക എത്ര ഉണ്ട്, 1, 2 രണ്ടെണ്ണം ഉണ്ടായിട്ടുണ്ട്. ഒരു കുറച്ച് നല്ലോണം ഉണ്ടായി കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു കറി വെക്കാൻ വേണ്ടി. ഇതിലും അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട്, ഇതിലും 2-3 ഉണ്ടായിട്ടുണ്ട്. വേറെ ചിലതിലൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ തക്കാളിയാണ്. തക്കാളി എന്ന് പറയുമ്പോ തന്നെ ഒരു 8-10 ഉണ്ട്. നമ്മൾ കുറച്ചൊക്കെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ സ്ക്വയർ ആക്കി നട്ടേക്കുന്നതാണേ. ഇതിനും വലിയ ബലമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഇതിനും ഇങ്ങനെ കോല് കുത്തി കൊടുത്ത് വാഴവള്ളി വെച്ച് ഞാൻ കെട്ടി വെച്ചേക്കാം. അപ്പൊ നനച്ചു കൊടുത്തു ഞാൻ. അപ്പൊ ഇലയൊക്കെ ഒന്ന് നന്നായി നനച്ചു കൊടുത്തു. ഇലകളൊക്കെ ഭയങ്കര ചൂടായി നിൽക്കണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുളിർന്നിരുന്നോട്ടെ എന്ന് കരുതി ഞാൻ ഇലയൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു. എനിക്കാണെങ്കിൽ ഈ തക്കാളിയുടെ മണം അത്ര ഇഷ്ടമല്ല. ഇതിന്റെ ഒരു വൃത്തികെട്ട മണമുണ്ട്. എനിക്കാണെങ്കിൽ കറിയും വലിയ ഇഷ്ടമൊന്നുമല്ല, തക്കാളി കറികളൊന്നും വലിയ ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ഞാൻ നട്ടൊക്കെ വളർത്തുമ്പോൾ നമുക്ക് തക്കാളിയൊക്കെ നട്ട് വളർത്താലോ, അതുകൊണ്ട് നട്ട് വളർത്തിയ. ഇത് നോക്കി, അതിൽ ചെറുതായിട്ട് പൂവൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉടനെ തന്നെ കായ്ക്കുമെന്ന് ഞാൻ കരുതുന്നു. പൂ മാത്രമേ ഉള്ളൂ, കായ്ക്കുമെന്ന് കരുതുന്നു. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത്, അതിന്റെ ഇലയൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത്, നന്നായിട്ട് നനച്ചു കൊടുത്തു. ഞാനൊരു 2 ബക്കറ്റ് വെള്ളം കൊണ്ട് ഈ തക്കാളി മുഴുവൻ നനച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓരോ സെക്ഷനായിട്ട് നനയ്ക്കാറ്. ആദ്യം വെണ്ടയ്ക്ക, പയർ, അങ്ങനെ ഓരോ സെക്ഷനായിട്ട് നനയ്ക്കും. ഇപ്പൊ നമ്മുടെ വഴുതനങ്ങയാണേ. വഴുതനങ്ങ ഞങ്ങൾ ഇങ്ങനെ സ്ക്വയർ ആക്കി തന്നെ നട്ടേക്കാണ്. ഇത് എന്റെ ഐഡിയല്ല കേട്ടോ, അഞ്ജുവിന്റെ ഐഡിയാണേ. എന്റെ അനിയത്തി അവളിതുപോലെ എന്താന്ന് വെച്ചാ തടം എടുത്ത് നടാൻ പറഞ്ഞു. ഞാൻ കരുതി ഒറ്റയ്ക്കായിട്ട് നടുന്നതാണ്. അവളടുത്ത് ഇങ്ങനെ ഒരു സ്ക്വയർ ആയിട്ട് നട്ടാൽ മതി എന്ന് പറഞ്ഞു. എനിക്കും വഴുതനങ്ങ വലിയ ഇഷ്ടമാണ്, കാരണം സാമ്പാറിലിട്ട് വയ്ക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമുണ്ട്. ഒരു ഇട്ടുകാരി ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഏത്തവാഴയാണ്. ഏത്തവാഴയൊക്കെ ഞാൻ നന്നായി നനച്ചു കൊടുത്തു. ഇലയൊക്കെ ഒന്ന് ചൂടായിട്ടിരിക്കില്ല, അപ്പൊ ഇലയൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു. പൊതുവെ ഞാൻ വാഴയൊക്കെ നനയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്ന ഒരു കുടം ഉണ്ട് ഞങ്ങൾക്ക്, സ്റ്റീലിന്റെ കുടം. അപ്പൊ ഞാൻ ആ കുടം എടുത്തുകൊണ്ട് വന്നിട്ട് ആ കുടത്തിൽ വെള്ളം വെച്ചിട്ട് നനച്ച് എന്റെ കാലൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം. ഭയങ്കര പൊടിയാണ്, എനിക്ക് കരികരിക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ അതൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു. ഇതൊരു ഇഞ്ചിയാണ്. ഇതെനിക്ക് വേറെ പറമ്പിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ മുളച്ച് കിടന്ന് കിട്ടിയതാ. അത് ഞാനിവിടെ കൊണ്ട് നട്ടു വെച്ചാൽ ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് തടം പോലെ കിളിർത്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടുള്ളത്. വാഴയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പിന്നെ ഒരു വീഡിയോ കാണാം.